ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കാം. എല്ലാവർക്കും നല്ലൊരു അടിപൊളി മോർണിംഗ് ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് വട്ടവടയിലെ സെക്കൻഡ് ഡേ ഓഫ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ല അടിപൊളി ഒരു മോർണിംഗ് ആണ്. നല്ല ആംബിയൻസ് ഉള്ളൊരു സ്പേസിൽ ഒരു പണിയെടുക്കാതെ കുറച്ച് ഡിലേ ആയിട്ടൊക്കെ എണീക്കാൻ പറ്റുന്ന ചില ദിവസങ്ങൾ, നമുക്ക് കിട്ടുന്ന റെയർ ആയിട്ടുള്ള കുറേ ദിവസങ്ങൾ ഇങ്ങനെ നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് എൻ്റെ എപ്പോഴത്തെയും ആഗ്രഹമാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് വെറുതെ ഇരിക്കുക, തിന്നുക, ഉറങ്ങുക, വെറുതെ ഇരിക്കുക, തിന്നുക, ഉറങ്ങുക. അതിങ്ങനെയൊക്കെ നമ്മൾ റിസോർട്ടിലും എന്തെങ്കിലും ഒരു ട്രിപ്പ് പോകുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഭയങ്കര യുണീക്കായിട്ടുള്ള മൊമെൻറ്റ്സാണ്. സോ നമ്മളത് നല്ല രീതിക്ക് എൻജോയ് ചെയ്യും. കളിക്കാൻ പോട്ടാ. ഓക്കെ, ഏത് മരുന്ന്? പാത്തിക്ക് Good morning. Lara? Anna. മഞ്ഞിട്ട് ഞാനുണ്ടപ്പം. I love you. I love you too. I love you, do you? I love you, Sundari. Madi. Kayanci. High five. Tim, tadi dah. ചുണ്ട് മറ്റേ ഏറ്റവും മണ്ണാടി ചക്കര മുട്ട മാറിക്കോട്ടെ. ഈ പറ പെണ്ണ്
കാണുന്നില്ല. ഇപ്പുറത്ത് വാ. എന്റെ മോളുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞല്ലോ. അവിടെ നോക്കിയിട്ട് ദേവാന്റെ കൂടെ ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. പല്ലേക്കാത്ത ചുണ്ട്, പല്ലേക്കാത്ത ചുണ്ട്. മക്കളാണ് അമ്മയുടെ മക്കളാണോ? രാവിലെ തന്നെ ഒരു 2-3 ടൈംസ് കറണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഹോട്ട് വാട്ടറും എല്ലാം അവൈലബിൾ ആണ് അവിടെ. അത്യാവശ്യം അതിനൊന്നും ഡിലേ ഒന്നുമില്ല കേട്ടോ. അതൊക്കെ ഒരു ഇപ്പോൾ പിള്ളേരായിട്ടൊക്കെ പോവുകയാണെന്നാണെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു കംഫർട്ടായിട്ട് അവർ എല്ലാ കാര്യവും നല്ല രീതിക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് മോർണിംഗ് വ്യൂ ആട്ടോ. ഇപ്പം ഏകദേശം ഒരു 7:20 ആയിട്ടുണ്ട്. നല്ല വ്യൂ ആണ്. വിഷ്ണു കുട്ടിയൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് അല്ല വിഷ്ണു? ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വട്ടവടയിൽ വന്നിട്ട് സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ നമ്മൾ 2 മണിക്കായിരുന്നു ചെക്ക് ഇൻ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇന്നലെ ചെക്ക് ഇൻ ചെയ്തപ്പോൾ 4 മണിയായി. കാരണം ഓഫ് റോഡാണ്, അത്യാവശ്യം നല്ല ഹെവി വൃത്തിയായിട്ട റോഡാണ്, അത്രയും പറഞ്ഞാൽ മതി. അപ്പം നിങ്ങൾ വെഹിക്കിൾ വരുവാണെന്നാണെങ്കിൽ കാറൊക്കെ സർവീസ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുന്നേ വരുന്നതായിരിക്കും നല്ലത്. അല്ലാന്നാണെങ്കിൽ അവിടെ തന്നെ ജീപ്പുണ്ട്, നിങ്ങൾക്ക് ആ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല ക്ലൈമറ്റ്, വെയിലുണ്ട്. ദൈവം അനുഗ്രഹിച്ച് മഴയില്ല, പ്രാർത്ഥിക്കുന്നുണ്ട് മഴ ഉണ്ടാവല്ലേ. ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്ര വരെ മഴ ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് മഴയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ ആണ്. നല്ല വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ചെറിയൊരു ഇത് ഇങ്ങനത്തെ ഒരു ട്രീ ആണ് അവർ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു പ്ലസൻറ്റ് മൈൻഡാണ്. രാവിലെ തന്നെ എണീക്കുമ്പോൾ അടിപൊളി പ്ലസൻറ്റ് മൈൻഡാണ്. പിന്നെ ആ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പാർക്ക്, എന്താ പറയുക, പ്ലേയിങ് ഗെയിം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. താഴത്തേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഗാർഡൻ ഉണ്ട്. വലയൊക്കെ ഇട്ടേക്കണടുത്ത് ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പീസ്ഫുള്ളാണ്, നല്ല ആംബിയൻസ് ആണ്. നമ്മൾ ഹോളിഡേ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അഫോർഡറേറ്റ്ലി സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് ക്യാമ്പ് നോയൽ റിസോർട്ട്. പിന്നെ ഫുഡ് നിങ്ങൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ ചപ്പാത്തിയും പൊറോട്ടയും ഒന്നും ഓർഡർ ചെയ്യരുത്. കാരണം റെസ്റ്റോറൻറ്റിൽ നിന്ന് റൂമിലേക്ക് വരുമ്പോഴത്തേക്കും അത് നല്ലോണം ഹാർഡാവും. അപ്പോൾ അതുകൊണ്ട് റൈസ് ഐറ്റംസ് എന്തെങ്കിലും ഓർഡർ ചെയ്തോട്ടോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ടേജസ് ആണ്. ആൻഡ് അവിടുത്തെ വ്യൂ നോക്കിക്കേ, ഇവിടുന്ന് സ്ട്രെയിറ്റ് കാണാൻ നല്ല അടിപൊളി മലകളാട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. കാരണം നമുക്കൊരു കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ഇവിടെ ഇതൊക്കെ കോട്ടേജസ് ആണ്, സ്യൂട്ട് റൂംസ്. 4 ടൈപ്പ് ഓഫ് കോട്ടേജസും കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ അടുത്തേക്കുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് ഗാർഡൻ ഏരിയ ആണ് നമ്മൾ കോട്ടേജസിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ അത്യാവശ്യം നല്ല ഫ്ലവേഴ്സ് ആട്ടോ. നമ്മള് പണ്ട് മൂന്നാറോ അങ്ങനെ എവിടെ പോയപ്പോഴായിരുന്നു ഈ ഒരു ഫ്ലവർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ നട്ടു നോക്കിയപ്പോൾ 2ാം ദിവസം അടിപ്പോയി കരിഞ്ഞു പോയി. ഇവിടെയൊക്കെ ഗാർഡൻ ആട്ടോ. അതെ, ഫ്രൂട്ട്സിന്റെ ഒക്കെ ഗാർഡൻ ഉണ്ട് അവിടെ. സ്ട്രോബെറി പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ പോകാം. എന്താണെങ്കിലും അവിടെ കുറെ ചേച്ചിമാരൊക്കെ നോക്കുന്നുണ്ട് നമ്മള്. നല്ല നല്ല കുറെ ഗാർഡനും കാര്യങ്ങളും ആണ് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇനി താഴത്തേക്ക് ഉണ്ട് കേട്ടോ, ഏരിയ ഉണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്, സൺലൈറ്റ്. വിഷ്ണു നോക്ക്, മൊത്തം ഫ്ലവേഴ്സും നല്ല ലാൻഡ്സ്കേപ്പ് ചെയ്തേക്കണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ. കാരണം നമ്മളെല്ലാ റിസോർട്ട് ചെയ്യുമ്പോൾ മിക്കവാറും ലാൻഡ്സ്കേപ്പ് കുറവായിരിക്കും. പക്ഷെ ഇതെന്ന് വെച്ചാൽ എനിക്കാണ് 26 ഏക്കർ ഉണ്ട്. ഇത് ടോട്ടൽ 26 ഏക്കർ ഉണ്ട്. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ട് നല്ല രസമുണ്ട്. എല്ലായിടത്തും ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഫുള്ള് ഗ്രീനറിയാണ്. പിന്നെ നമ്മൾ വന്നേക്കുന്ന ടൈം എനിക്ക് നല്ല ബെസ്റ്റ് ടൈമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴയൊക്കെ പെയ്ത് ഇപ്പോൾ മഴ ഒന്ന് മാറിക്കുന്ന വെയിലായപ്പോഴത്തേക്ക് ഫുള്ള് എല്ലായിടത്തും നിറച്ച് പുല്ലൊക്കെ വന്ന് ഫുൾ ഗ്രീനാണ്. ഇപ്പോൾ ഒരു ഡ്രൈ ആയിട്ടൊരു സ്ഥലം പോലും ഇല്ല. അതുകൊണ്ട് ഒരു നല്ല ടൈം തന്നെ കിട്ടി. നമ്മളിതാണ് പ്രതീക്ഷിച്ചിരുന്നത്. രാവിലെ ആകുമ്പോഴത്തേക്കും മഴയൊന്നും പെയ്യാണ്ട് നല്ല വെയിൽ.
ഇനിയിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമുക്ക് ആ തോട്ടത്തിന് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. അത് ഇവരുടെ ആണെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എൻട്രി നോക്കാം. കൃത്യമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇവിടുത്തെ കുറേ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെറുതെ ടൂറിസ്റ്റുകളെ കയറ്റാൻ വേണ്ടി മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഫാം വിസിറ്റ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും കണ്ടാൽ തന്നെ അറിയാം അതൊരു ഫാം അല്ല. അത് വന്ന വഴിക്കൊക്കെ വട്ടവടയിൽ ഒരുപാട് ഫ്രീ ഫാം വിസിറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അതൊന്നും ശരിക്കുള്ള ഫാം അല്ല. ആകെ ഒരു ചെറിയ ഒരു സ്ഥലത്ത് കുറച്ച് സ്ട്രോബെറിയൊക്കെ പ്ലാന്റ് ചെയ്ത് വെറുതെ പിടിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. നമുക്കത് കണ്ടാൽ തന്നെ അറിയാം അത് വെറുതെ അത് വിസിറ്റിന് വേണ്ടി അകത്തോട്ട് കയറ്റും. എന്നിട്ട് നമ്മുടെ അടുത്ത് പറയും 2-3 ബോക്സ് സ്ട്രോബെറി മേടിക്കാൻ പറയും. ആ സ്ട്രോബെറി അവിടെ നിന്ന് ഉണ്ടാക്കണതല്ല, വേറെ എവിടെ നിന്ന്. ജാമ് ഞങ്ങളിപ്പോൾ ഒരു ജാമ് മേടിച്ചായിരുന്നു. പക്ഷേ ജാമ് കഴിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ അടുത്തൊക്കെ കിട്ടുന്ന സെയിം ജാം പോലെ തന്നെ. ആ സ്ട്രോബെറി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊരു കൃഷി ഗാർഡൻ കാണുമ്പോൾ, ഫ്രൂട്ട് ഗാർഡൻ കാണുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ലേ? മീൻസ് ഓക്കെ ഇവർ കറക്റ്റായിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണെന്നുള്ളൊരു തോന്നലുണ്ടാവില്ലേ? വിഷ്ണു ശ്രദ്ധിക്കണോട്ടോ, ഒരു തോന്നലുണ്ടാവില്ലേ? അത് വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തതാട്ടോ ഞാൻ പറയുന്നത്. ഞങ്ങൾ വന്ന വഴിക്ക് ഒരു ഗാർഡനിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ സ്ട്രോബെറി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പണ്ടത്തെ മൾബറി ഇല്ലേ, ഈ ബ്ലാക്ക് മൾബറി, നമ്മളുടെ നാട്ടിലൊക്കെ അടുത്തൊക്കെ ഉള്ള അങ്ങനത്തെ മൾബറി പോലത്തെ ഇത് ഇത്ര ചെറിയ സൈസാണ്. പക്ഷെ അത് കളികളാരോ അപ്പം അങ്ങനത്തെ സ്ട്രോബെറീസ് ആണ്. പക്ഷെ അവർ ബോക്സസിൽ അത്യാവശ്യം വലിയ സൈസുള്ള സ്ട്രോബെറീസ് ആണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും ഒറിജിനൽ ഐ മീൻ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണോ എന്നൊന്നും അറിയില്ല. പിന്നെ ബ്ലാങ്ക് ടിന്നിൽ സ്ട്രോബെറിയുടെ തന്നെ ജാമാണെന്ന് പറഞ്ഞാൽ സെയിൽ ചെയ്യുന്നുണ്ട്. പെർ ബോട്ടിൽ 100 റുപ്പീസും സ്ട്രോബെറി ഫുൾ പാക്കറ്റിന് വന്നിട്ട് 120 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇനിയിപ്പം ഞാൻ വേറെ ഏതോ യൂട്യൂബേഴ്സൊക്കെ വീഡിയോ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ട് എന്തോ 50 റുപ്പീസോ 100 റുപ്പീസോ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗാർഡനിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ അവിടെ ഉള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം. പാക്കറ്റ് ചെയ്തുകൊണ്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ടേസ്റ്റ് ചെയ്യാം അൺലിമിറ്റഡ് ആയിട്ട്. അപ്പം അതൊന്നും നോക്കണം എവിടെയാണെന്നൊന്നും അറിയില്ല. കാരണം ഇവിടെ റേഞ്ച് അത് പറഞ്ഞപ്പോൾ മെയിൻ കാര്യം ഇവിടെ റേഞ്ച് ഒട്ടുമില്ല. റേഞ്ച് വന്നിട്ട് BSNL മാത്രമേ റേഞ്ചുള്ളൂ. വട്ടവടയ്ക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് BSNL സിം എടുക്കാം, അല്ലാന്നാണെങ്കിൽ ഇവിടെ വൈഫൈ എടുക്കാം. വൈഫൈ മീൻസ് ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ട്. റിസപ്ഷനിൽ അവർ പാസ്വേഡും കാര്യങ്ങളൊക്കെ തരും. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഒരു അടിപൊളി ഒരു ടീ തന്നു കേട്ടോ. അതിനെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ജിഞ്ചർ പിന്നെ ജാഗറി ഇതൊക്കെ ഇട്ടിട്ട് ഒരു ടീ തന്നു, ബ്ലാക്ക് ടീ. ബ്ലാക്ക് കോഫി ആയിരുന്നോടാ? കോഫി ആയിരുന്നു കേട്ടോ, ബ്ലാക്ക് കോഫി ആയിരുന്നു. പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു കോഫി ആയിരുന്നു. അപ്പം ഇവിടുത്തെ വിശേഷം ഇനിയിപ്പോൾ നമ്മൾക്ക് വൈകിട്ട് നമ്മൾ പൂളൊക്കെ വിസിറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വരും കേട്ടോ. വേണ്ട, എനിക്ക് ചൂടെടുക്കണം. ഫസ്റ്റ് ടൈം ആട്ടോ എനിക്ക് ഇങ്ങനെ വന്നിട്ട് ചൂടെടുത്തിട്ട് ഇവൻ ജാക്കറ്റ് ഇടണത്. വെയില് വന്നിട്ട് രാവിലത്തെ വെയില് അടിപൊളിയാണ്, കാരണം ചൂടുണ്ട് ഈ വെയിലിന്. വൈകിട്ടാകുമ്പോൾ ലൈറ്റ് ഉണ്ടാകും, പക്ഷെ അത് വെയിലെന്ന് പറയാൻ പറ്റില്ലല്ലോ, ചൂടൊന്നും തോന്നല്ല. അത്യാവശ്യം നല്ല തണുപ്പാണ്. ആൻഡ് ട്രീ ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാ, ഇങ്ങനെയൊക്കെ വന്നിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കണം അല്ലേ? ഇങ്ങനെയൊക്കെ റിസോർട്ടിൽ വന്നിട്ട് ഒരു ക്രിസ്മസ് ആഘോഷിക്കണം എല്ലാവരും. മീൻസ് അത്യാവശ്യം നല്ല പാരൻസ് ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളെപ്പോലെ തന്നെ അത്യാവശ്യം കുറേ പിള്ളേരുണ്ടായിരുന്നു. ഇപ്പം നമ്മളെപ്പോലെ തന്നെ ഇങ്ങനെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ വരണം. നോർമലി ഒരു 6 മന്ത് കൂടുമ്പോഴെങ്കിലും ഒരു ട്രിപ്പ് വരണം ശരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആൺപിള്ളേർക്കാണെങ്കിലും പെൺപിള്ളേർക്കാണെങ്കിലും ജോലി ചെയ്യുന്ന അമ്മമാർക്ക്, വീട്ടിലിപ്പോൾ പണിയെടുക്കുന്ന അമ്മമാർക്കാണെങ്കിലും ഇങ്ങനത്തെയൊക്കെ ഒരു ട്രിപ്പ് ശരിക്കും അവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. മൈൻഡ് റിലീഫ് ചെയ്യാനാണെങ്കിലും സ്ട്രെസ്സ് മാറാനാണെങ്കിലും എല്ലാത്തിനും അത്യാവശ്യം നല്ല രീതിക്ക് അവർക്ക് തന്നെ ഒരു ഫീല് തോന്നും. നമ്മൾ എന്തൊക്കെയാണ് ജീവിക്കണത്, നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലെങ്കിലും വരും. അത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാനിപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഒരു സാധനം കാണിച്ചുതരാം. എനിക്ക് ശരിക്കും ഗിംബൽ വാങ്ങിച്ചതിന് ഇപ്പം ശരിക്കും പറഞ്ഞതിന് ഒരു ചെറിയൊരു സങ്കടം തോന്നിയിട്ടാ. അനന്തു നീ പറഞ്ഞാൽ ശരിയാടാ. അനന്തു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി ഗിംബലൊന്നും ഇപ്പം മേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോഴത്തേക്കൊക്കെ എടുക്കാം എന്നല്ലാതെ നമുക്ക് ഫുള്ളി യൂസ് ചെയ്യാനായിട്ട് അത് പറ്റത്തില്ല. ഒരു സാധനം കാണിച്ചു തരട്ടെ വിഷ്ണുട്ടാ? ഇത് എന്ത് സാധനം വിഷ്ണുട്ടാ?
നന്ദ്യാർ വട്ടം. തേങ്ങ ഇന്നലെ ഞാൻ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു അത് റോസാപ്പൂ കടന്ന ഫ്ലോ ഇത് കളിക്കണ നോക്ക്. എടാ ഇത് റോസാണ്, എന്ത് വലിയ കട്ട റോസാന്ന് നോക്ക്. റോസാപ്പൂവാണത്, ഇല കണ്ടില്ലേ നീ? എടാ റോസാണ്, വൈറ്റ് കളറിലെ നമ്മളുടെ കൈപ്പത്തി ഇല്ലേ അത്രയും. പോയി പിടിച്ചു നോക്ക്, ഒന്ന് പിടിച്ചു നോക്കിയേ ചെല്ലി. ദേ ഇവിടെ ചവിട്ടി, ഇവിടെ ചവിട്ടി, ഇവിടെ ചവിട്ട്. ജമ്പ്. ആ മതില് ചാടാൻ പഠിപ്പിക്കണ്ട പിന്നെ. ഉണ്ടോ? എടാ റോസാപ്പൂവാണത്, സ്മെല്ലില്ല അതിന്. യെസ്, ഇങ്ങോട്ട് ജമ്പ് ചെയ്തു. ഇത്രയും വലിയ റോസാപ്പൂ എനിക്കില്ലേ, എനിക്കിത് കണ്ടിട്ട് പൊട്ടിക്കാൻ തോന്നണുണ്ട്, പക്ഷേ പൊട്ടിച്ചാൽ പോയില്ലേ. തൂക്ക് നല്ല നല്ല ഭംഗിയെന്ന് വെച്ചിട്ടുണ്ടല്ലോ. നമുക്കിത് കാണുമ്പോൾ തന്നെ ശരിക്കും എന്തൊക്കെയോ ഒരു ഫീല്. സത്യമായിട്ടും എനിക്ക് ഇത്രയും വലിയ ഇത് നോക്കി എൻ്റെ കൈപ്പത്തി കാണുന്നില്ലേ, അതിൻ്റെ അത്രയും തന്നെ ഉണ്ട് ഇത്. പക്ഷേ ഇല്ലേ എടാ, ഞാൻ ഇത്രയും വലിയ സൈസിൻ്റെ വൈറ്റ് കളർ റോസാപ്പൂ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് തന്നെ. നല്ല സ്മെല്ലൊന്നുമില്ല കേട്ടോ, പക്ഷെ അടിപൊളി. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല വൈറ്റ് കളറിലെ റോസാപ്പൂ നോക്ക്, നല്ല വലിയ റോസാണ്. വൈറ്റ് കളറിലെ ഇത്രയും വലിയ റോസ് ഞാൻ ഫസ്റ്റ് ടൈം കാണുക കേട്ടോ. ചിലപ്പോൾ ഞാൻ മാത്രം ഫസ്റ്റ് ടൈം കാണുകൊണ്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും. പക്ഷെ ഏട്ടൻ വിശ്വസിച്ചില്ലല്ലോ അത് റോസാണെന്ന് പറഞ്ഞപ്പോൾ. അത് ആക്ച്വലി റോസ്. ഞാൻ വിചാരിച്ച പാരിജാതം ഇല്ലേ, വലിയ പാരിജാതം, അതാണ് ഞാൻ വിചാരിച്ചത്. ആ നമ്പ്യാർ വട്ടം, നന്ദ്യാർ വട്ടം അല്ല, നമ്പ്യാർ വട്ടം. അപ്പൊ കാരണം എന്താന്ന് വെച്ചാൽ അത് അത്രയും വലിയ സൈസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഇലയും കൂടി കാണുമ്പോഴാണ്, ഇലയല്ല ഇലയും കൂടി കാണുമ്പോഴാണ് ശരിക്കും അത് എന്താ പറയാ റോസാണെന്ന് മനസ്സിലാവണം കേട്ടോ. പക്ഷെ അടിപൊളി, ഒന്നും പറയാനില്ല. എവ്രി ഡേ നൈറ്റ് 7 o'clock മുതൽ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലേസാണ് അവിടെ. അവിടെ ചെയേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം, നിൽക്കേണ്ടവർക്ക് നിൽക്കാം, ഡാൻസ് കളിക്കേണ്ടവർക്ക് കളിക്കാം. നല്ല അടിപൊളിയായിട്ട് അവർ പാട്ടൊക്കെ സെറ്റ് ചെയ്ത് തരാറുണ്ട്. അവിടെ ഷട്ടിൽ ബാറ്റ് കളിക്കാനുള്ള ഒരു കുഞ്ഞ് ഏരിയ ഉണ്ട്. ഇതാ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. അവിടെ കുഞ്ഞ് ഗാർഡൻ ഉണ്ട്. നമ്മൾ ഇന്നലെ അവിടെ വന്ന് നമ്മളുടെ കാറൊക്കെ വെച്ചത്. പാർക്കിംഗ് ഏരിയ ഇതാ താഴെയാണ്. ഇവിടെ നേരെ അവോക്കാഡോ കണ്ടില്ലേ, ഞാൻ ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലേ, ഇതേ അവോക്കാഡോ. ഇത് അവോക്കാഡോയുടെ വലിയ ട്രീ. ഇവിടെ 2-3 ട്രീ കണ്ടായിരുന്നു ഞാൻ, പക്ഷെ അത് മൂത്തട്ടില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിച്ച് നമുക്ക് ഇത് മൂത്തതാ. ഇത് കിടക്കണത് ഇത് ആ വലുത്. എന്നിട്ട് അത് നമുക്ക് പഴുപ്പിക്കാനായിട്ടൊക്കെ വെക്കാൻ പറ്റും. താഴെ ഒന്നുമില്ല, ഫുള്ള് നല്ല ഹൈറ്റ് ലെവലിലാണ് ഉള്ളത്. തൂക്ക് ഫുള്ള് ബൊഗൈൻ വില്ലയാണ്. ഇതിനൊക്കെ ഫോട്ടോസ് എടുത്താൽ സൂപ്പറായിരിക്കും. ഇത് റെസ്റ്റോറൻ്റ് ആട്ടോ. ഇന്ന് അങ്ങോട്ടേക്കൊക്കെ മലയാണ്, കാണാൻ നല്ല അടിപൊളിയാണ്. ഇത് റെസ്റ്റോറൻറ്റ്. നമുക്ക് ഫ്രണ്ടിൽ നിന്നും എൻട്രി ഉണ്ട്, ബാക്ക് സൈഡിൽ കൂടെ എൻട്രി ഉണ്ട്. ചുമ്മാ ഒന്ന് കൈ കഴുകിയേക്കാം. ഫുഡ് കഴിക്കണ്ടേ? ഓ ഇരുന്നോ ഇരുന്നോടാ. ഇങ്ങോട്ട് പോരെ ദേവു, ഇവിടെ വാ, ഇറങ്ങാം, ഇങ്ങോട്ട് കയറും. നല്ല സീനറി കേട്ടോ, കൊള്ളാം. ധ്വനി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നമുക്ക് കോംപ്ലിമെൻ്ററി ആണ്. അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും കപ്പാസിറ്റി ഉള്ള ആളുകൾക്ക് കഴിക്കാം. നാടൻ ഫുഡാണ്. നാടൻ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ ദോശ, പുട്ട്, പൂരി, അതിന് പറ്റിയ കറികൾ എല്ലാം ഉണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇവർ തീരുന്നതിനനുസരിച്ചിട്ട് പിന്നെയും റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യണം എന്നാണെങ്കിൽ ടോസ്റ്റർ ഇരിപ്പുണ്ട് അവിടെ. ബട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേണ്ട ആളുകൾക്ക് അത് കഴിക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ് ഓംലെറ്റ് ഉണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ടീ ഓർ കോഫി, ജ്യൂസ്, ഓരോ ദിവസം ഓരോ ടൈപ്പ് ഓഫ് ഫുഡുകളായിരിക്കും. അപ്പോൾ ഇന്നിവിടെ കണ്ടിരുന്ന വെച്ചാൽ ഒട്ടുമിക്ക ആളുകളും
ഇവിടെ നിന്ന് ചെക്കൗട്ടാണ്. ബട്ട് നമ്മൾ ഇന്നലെ വന്നേച്ചത് കൊണ്ട് ഇന്നും നാളെ നമുക്ക് സമയമുണ്ട്. നല്ല ഫുഡാണ്, നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫുഡ് കുറച്ച് ഇപ്പം ലഞ്ചും ഡിന്നറും നമ്മളുടെ ഓൺ ഫണ്ടാണ്. അപ്പം അത് കോംപ്ലിമെൻ്ററി അല്ല, അത് കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബൊഫേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നൈറ്റ് ഡിന്നറൊക്കെ ബൊഫേ ചൂസ് ചെയ്യാം. ലഞ്ച് നാടൻ ഫുഡൊക്കെ തന്നെ, ചോറ്, ചെറിയൊരു തോരൻ, സാമ്പാർ, മീൻകറിയൊന്നും ഉണ്ടാവില്ല കേട്ടോ, അത് പ്രത്യേകം ഞാൻ പറയുന്നു. പിന്നെ ഫ്രൈ ഐറ്റംസ് ഒക്കെ ഉണ്ടാകും, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. പിന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാര്യം പറഞ്ഞുതരാം. ഫ്രൂട്ട്സ് എന്താണെങ്കിലും നിങ്ങൾ എടുക്കണം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, സാലഡ്സ് എന്താണെങ്കിലും നിങ്ങൾ എടുക്കണം. കാരണം അവിടെ തന്നെ ഇവർ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഫ്രഷ് ഫ്രൂട്ട്സും ഫ്രഷ് വെജിറ്റബിൾസും. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന പോലെയൊന്നും അല്ല. ഇപ്പോൾ ഒരു സവാളയൊക്കെ എടുത്ത് കടിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ലേ? ജ്യൂസിയാണ് അവിടെ ഉള്ള ഓരോ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഭയങ്കര ജ്യൂസിയാണ്. നല്ല ആ ശബ്ദം, ആ ഒരു ക്രിസ്പി അല്ലെങ്കിൽ ക്രഞ്ച്നെസ് നമുക്ക് ശരിക്കും കിട്ടും. നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതൊരു ഫ്രഷ് ആയിട്ടുള്ള സാധനമാണെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയൊന്നും ഒന്നുമല്ല. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ വേണം. പിള്ളേരൊക്കെ നല്ലോണം ഫ്രൂട്ട്സ് കഴിക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊന്നും കഴിക്കാത്ത പിള്ളേർ പോലും കഴിക്കും. അത്രയും അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ്. അപ്പം നിങ്ങൾ എന്താണെങ്കിലും അത് കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, നല്ല ക്രിസ്പി ബ്രെഡ് വിത്ത് ബട്ടർ. ദേവുന് ഇപ്പോൾ ഏകദേശം 5 വയസ്സാവാറായി. ഡിസംബർ 17 അവളുടെ ബർത്ത്ഡേ ആണ്. ഇതുവരെ മര്യാദയ്ക്ക് ഒരു അരമണിക്കൂർ, മാക്സിമം 1 മണിക്കൂറിനെങ്കിലും ഫുഡ് കഴിച്ച് തീരാൻ പറ്റുന്ന ആ ഒരു ട്രാക്കിലേക്ക് അവൾ ഇതുവരെ വന്നിട്ടില്ല. ചാനലിൽ വരുന്ന ദ കേൾ ലൈഫ് സ്റ്റോറീസ്. എൻ്റെ മുഖത്തെ ചിരി എന്തിനാന്ന് മനസ്സിലായ? അവിടെ ചെന്നപ്പോൾ ഒരു +1 +2 പഠിക്കുന്ന 2 പിള്ളേരെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ക്യാമ്പ് ഫയറൊക്കെ അവരുടെ കൂടെ ആയിരുന്നു. നല്ല ഡാൻസൊക്കെ കളിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചത്. അവർ ഇന്ന് ഇവിടെ നിന്ന് ലീവ് ചെയ്യാണ്, ചെക്കൗട്ട് ചെയ്യാണ്. അവർ വന്നിട്ട് രാവിലെ തന്നെ വന്ന് ചാനൽ നെയിമൊക്കെ ചോദിച്ചു. 2 ഫാമിലീസ് വന്ന് ചോദിച്ചു ചാനലിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചു. സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയായെന്നൊക്കെ ചോദിച്ചു. നല്ലതാണ് മോളെ, എന്താണെങ്കിലും നല്ല രീതിക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നല്ലോണം വിഷ് ചെയ്തിട്ട് അവർ പോയി. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ എല്ലാവരും ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ മേ ബി കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കില്ല. പക്ഷേ നമ്മളൊട്ടും അറിയാത്ത കുറച്ച് ആളുകൾ വന്നിട്ട് ഒന്നെങ്കിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പ്ലേസിലാണ് ഇപ്പം നമ്മളിരിക്കുന്നത്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഓഫ് മല. എൻ്റെ ഡ്രസ്സുമായിട്ട് നല്ല മാച്ചിങ് ആയിട്ടുള്ളൊരു ബൊഗെയിൻ വില്ല ഫ്രെയിമിലാണ് കേട്ടോ നിൽക്കണം. എനിക്ക് ബൊഗെയിൻ വില്ല ആക്ച്വലി ഈ ഫ്ലവറിന് സ്മെല്ലൊന്നും ഇല്ല എന്നുള്ളൂ, പക്ഷെ കാണാൻ അത്രയും അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് വേറെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കളേഴ്സും മൾട്ടി കളേഴ്സ് വെച്ചിട്ടൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ അടിപൊളിയായിട്ട് ഗാർണിഷ് ചെയ്ത് അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് വീടൊക്കെ നല്ല കളർഫുൾ ആക്കുന്നതൊക്കെ കണ്ടാണ്ട് സൂപ്പർ വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലവറും കൂടി കേട്ടോ. ക്യൂട്ട് അല്ലേ? ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ വിചാരിച്ച് കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഫുഡൊക്കെ ഒന്നിനൊന്നും മെച്ചം ഫുഡാണ്. ഒരു കാരണവശാലും ഇങ്ങനെ എന്താ പറയുക പ്രഡിക്ഷൻ ഒന്നും വെക്കാണ്ട് വരുന്നതാണ്. ഇപ്പം ഞാൻ നോർമലി ഒരു വീഡിയോ കാണാതെയാണ് ഇപ്പോൾ ഒരു റിസോർട്ടിലാണെങ്കിലും എന്ത് പരിപാടിക്കാണെങ്കിലും വരാറുള്ളത്. വിഷ്ണുവേട്ടനാണ് കൂടുതലും വീഡിയോസൊക്കെ കാണാറുള്ളത്. അപ്പം എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഫുഡ് കുറേ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. നോർമൽ നമ്മളുടെ നാടൻ ഭക്ഷണങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എല്ലാ ഫുഡും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അത് ബൈ ഹാർട്ട് പറയാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു കൊളാബറേഷനോ അല്ലെങ്കിൽ പ്രമോഷനോ ഒന്നുമല്ല. നമ്മളൊരു റിസോർട്ടിൽ നമ്മളുടെ ഹോളിഡേ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നു. അവിടുത്തെ ഫുഡും ആംബിയൻസും നമുക്ക് എന്താ പറയുക എല്ലാം കൊണ്ടും കംഫർട്ട് ഏരിയ കിട്ടുന്നത് കമ്പാരിറ്റീവ്ലി റെയർ ആയിട്ടുള്ള റിസോർട്ട്സിലായിരിക്കും. ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ചാൽ അടിപൊളി ഫുഡ്, ജ്യൂസ്, ചായ, ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാട്ടോ. എന്താണെങ്കിലും ഫുഡ് അടിപൊളിയാണ്.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട, പൊറോട്ട ആൻഡ് ചപ്പാത്തി ഓർഡർ ചെയ്യരുത്. ഓക്കെ.